നിങ്ങൾ അവസാനം പറഞ്ഞത് 15,000 ഭൂരിപക്ഷമാണ്. ഇപ്പൊ 29,000-ലധികം ഭൂരിപക്ഷം കിട്ടിയിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? കേരളം മുഴുവനും വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് കേരളത്തിൻ്റെ അതിർത്തിയിലെ മഞ്ചേശ്വരം മണ്ഡലം. നോമിനേഷൻ കൊടുക്കുമ്പോൾ ചർച്ച, ഓരോ ദിവസവും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മഞ്ചേശ്വരം ശ്രദ്ധാകേന്ദ്രമായിരുന്നു. 2026 ഇലക്ഷനിൽ മാത്രമല്ല, 21-ലും അതിനു മുമ്പുള്ള ഒരുപാട് ഇലക്ഷനുകളിലൊക്കെ മഞ്ചേശ്വരം ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമെന്നാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മഞ്ചേശ്വരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അത് ശരിവെക്കുന്ന രീതിയിൽ 2016-ൽ 89, 2021-ൽ 745, സ്വാഭാവികമായും അതേ കാൻഡിഡേറ്റ് പ്രാവശ്യം ചെറിയ മാർജിനിൽ തോറ്റൊരു മണ്ഡലത്തിൽ BJP ജയിക്കുമെന്നുള്ള പ്രചരണമായിരുന്നു. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ കാൻഡിഡേറ്റായി പ്രഖ്യാപിച്ച നിമിഷം മുതൽ നോമിനേഷൻ കൊടുക്കുന്ന ഘട്ടങ്ങളിലൊക്കെ കേരളത്തിൻ്റെ മീഡിയകൾക്ക് മുമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 2001 ഞങ്ങൾ മറികടക്കും. 2001-ലാണ് CK പത്മനാഭനെ 13,000-ലധികം വോട്ടുകൾക്ക് മഞ്ചേശ്വരത്തെ ജനങ്ങൾ തോൽപ്പിച്ചത്. അതിനേക്കാളും ഒരു വോട്ട് കൂടുതൽ നേടി കേരളീയർക്ക് അതിർത്തിയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ മതേതര സന്ദേശം ഞങ്ങൾ മെയ് 4-ാം തീയതി നൽകുമെന്ന് ഞാൻ ഉറപ്പ് നൽകിയിരുന്നു. ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ സന്തോഷത്തോടു കൂടി കേരളം UDFൻ്റെ ഒരു തരംഗത്തിലൂടെ കേരളം അധികാരത്തിൽ വരുമ്പോൾ ഒരിക്കൽ കൂടി മതേതര മഞ്ചേശ്വരം വർഗീയതയ്ക്കെതിരെ 30,000-ഓളം വരുന്ന ഏറ്റവും മികച്ച ഒരു മാർജിനോടുകൂടി BJPയെ മലർത്തിയടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വിജയം എൻ്റെ മഞ്ചേശ്വരത്തെ, മതേതരത്വത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന എൻ്റെ മഞ്ചേശ്വരത്തെ പ്രിയപ്പെട്ട മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. തീർച്ചയായും ഇത് കേരളത്തിന് ഏറ്റവും സന്തോഷകരമായി, എല്ലാ കാലത്തും ചെറിയ മാർജിനിൽ BJP ജയിക്കുമെന്ന് പ്രതീക്ഷ വെക്കുന്ന മണ്ഡലത്തിൽ ഇനി ഒരു കാലത്തും നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരണ്ട, മഞ്ചേശ്വരത്ത് നിങ്ങൾക്ക് വഴങ്ങില്ല, ഇവിടെ വർഗീയത വിജയിക്കില്ല എന്നുള്ളൊരു മെസ്സേജ് ശക്തമായി മഞ്ചേശ്വരത്തെ ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. മഞ്ചേശ്വരത്തിൻ്റെ BJPക്കെതിരെ, RSSനെതിരെ മഞ്ചേശ്വരത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മതേതരത്വം ജയിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വോട്ട് രേഖപ്പെടുത്തിയ ഒരു സമയമാണ്. അത് പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ തീർച്ചയായും എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരെയുള്ള വോട്ടാണ് ഇത്രയും വലിയ മാർജിനിലേക്ക് മഞ്ചേശ്വരത്തെ എത്തിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.